ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ ഫാമിലി ട്രിപ്പ് പോയപ്പോൾ സ്റ്റേ ചെയ്തത് എവിടെയാന്ന് പറഞ്ഞു അല്ലേ. ഇന്ന് നമുക്ക് നെല്ലിയാമ്പതിയിൽ പോകാൻ പറ്റുന്ന കുറച്ച് ഡെസ്റ്റിനേഷൻസ് കണ്ടാലോ. നിങ്ങൾ എറണാകുളത്ത് നിന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വടക്കഞ്ചേരി കഴിയുമ്പോഴത്തേക്കും നെല്ലിയാമ്പതി റൂട്ടിൽ ഇതുപോലത്തെ നിറയെ നെൽപ്പാടങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു ടൈമിൽ പോയാൽ ഇതാണ് ഫീല്. അപ്പം ഇവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അപ്പം ദിസ് ഇസ് യുവർ ഡെസ്റ്റിനേഷൻ നമ്പർ 1. അത് കഴിഞ്ഞ് നമ്മൾ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിനോട് അടുക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് പൂത്തുണ്ടി ഡാം ഉണ്ട്. ഈ ഡാമിൽ നിന്നുള്ള വ്യൂസ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കാര്യം. ഇവിടെ ഒരു ചെറിയ എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ എൻട്രി ഫീ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാം മാത്രമല്ല അല്ലാണ്ട് ഇതിനോട് ചേർന്ന ഒരു പാർക്കും കുറേ ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫീലുള്ള ഒരു സ്ഥലമാണ് എനിക്ക് തോന്നിയത്. ഇത്രയൊക്കെ കറങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായാലും വിശപ്പായിട്ടുണ്ടാവും. അപ്പം നേരെ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് മുകളിലെത്തുമ്പോൾ ഫസ്റ്റ് കാണുന്ന റെസ്റ്റോറൻറ്റ് ITL റെസ്റ്റോറൻറ്റ് ആണ്. പിന്നെ കാണുന്ന ഒരു നല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ടിനി റെസ്റ്റോറൻറ്റ് ആണ്. അത് ടൗണിൽ തന്നെ ഉള്ളതാണ്. ഈ രണ്ട് റെസ്റ്റോറൻറ്റിനും ബിരിയാണി മീൽസ് ഓപ്ഷൻ ആണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ മിക്കവാറും. ഞങ്ങൾ രണ്ടിടത്തുനിന്നും മീൽസ് ആണ് കഴിച്ചത് വിത്ത് ഫിഷ് ഫ്രൈ ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് രണ്ട് വ്യൂ പോയിന്റ്സ് ആണ്, മിന്നാമ്പാറയും മാട്ടുമലയും. അപ്പോൾ ഈ രണ്ട് വ്യൂ പോയിന്റ്സിലേക്ക് നമ്മുടെ നോർമൽ കാർ പോവില്ല. ഇവിടെ ഇഷ്ടം പോലെ ജീപ്പ് സർവീസസ് ഉണ്ട്. അപ്പം ഒരു ഓഫ് റോഡ് ജീപ്പ് സർവീസ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ രണ്ട് പോയിന്റ്സ് കവർ ചെയ്യാം. ഇനി ഇതല്ലാണ്ട് വേറൊരു പോയിന്റും കൂടെ ഉണ്ട്. ഈ രണ്ട് പോയിന്റും കഴിഞ്ഞ് മുമ്പോട്ട് പോയാൽ കരസൂരി എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഞങ്ങൾ അവിടെ പോയില്ല. പക്ഷേ മിന്നാമ്പാറയും മാട്ടുമലയും ശരിക്കും അടിപൊളി വ്യൂ പോയിന്റ്സ് ആണ്, വർത്ത് ഗോയിങ് ആൻഡ് വാച്ചിങ്. ഈ ഓഫ് റോഡിങ് അടിപൊളിയാന്ന് പറയാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ജംഗിളിലൂടെ ഉള്ള ഓഫ് റോഡിങ് ആണ്. അപ്പം നിങ്ങൾക്ക് ആനിമൽസിനെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ കണ്ട ഒരു സാധനമാണിത്, സിംഹവാലൻ കുരങ്ങ്. ആൻഡ് ഇനിയും ആനിമൽസിനെ കാണാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ വാസ് ടെല്ലിങ് ചെന്നൈ കൂട്ടത്തിനെ കണ്ടു. അപ്പം അങ്ങനെ പല ടൈപ്പ് ഓഫ് ആനിമൽസ് അതിനകത്തുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ആയിരിക്കും കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഞങ്ങൾ ഇവിടേക്ക് ഒരു നട്ടുച്ച സമയത്തേക്കാണ് വന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ല, നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ രണ്ട് വ്യൂ പോയിന്റ്സ് കവർ ചെയ്ത് നിങ്ങൾ തിരിച്ച് ടൗണിൽ എത്തുമ്പോഴത്തേക്ക് ഒരു 2 hours എങ്കിലും എടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടൗണിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം. ഇത് ഗവൺമെന്റിന്റെ ആണ്. ഇവിടെ ഇവരുടെ തന്നെ സ്റ്റോർ ഉണ്ട്. അപ്പം ആ ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇവിടെ ഓറഞ്ചും വെജിറ്റബിൾസും മാത്രമല്ല, ഇവിടെ വേറെ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാനൊക്കെ രസമാണ്. ഈ ഒരു ഫാം 5 മണിക്ക് ക്ലോസ് ചെയ്യുന്ന ഓർത്തോട്ടോ. അപ്പം നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിന് മുമ്പ് വരണം. മൂന്നാറും വാഗമൺ മാത്രമല്ല ടീ പ്ലാന്റേഷൻസ് ഉള്ള, നെല്ലിയാമ്പതിയിലുണ്ട്. ഇവിടെ ഇവരുടെ തന്നെ ഒരു ടീ പ്ലാന്റേഷൻ ഉണ്ട് വിച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമാണ് ഇവിടെ കൂടെ നടക്കാനൊക്കെ. മോർണിംഗ്സും ഞാൻ ഇതിൽ കൂടെ നടന്നായിരുന്നു, ഈവനിങ്സും നടന്നു. രണ്ട് സമയം രണ്ട് വൈബാണ്. ആൻഡ് നിങ്ങൾ മോർണിംഗ് ടൈമിലാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പീകോക്സിനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തോ. ആൻഡ് നെല്ലിയാമ്പതി വരുമ്പോൾ ഈ സ്പോട്ടൊക്കെ മിസ് ചെയ്യാണ്ട് പോയി കണ്ടോളൂ.